പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഡിഫറെന്റ് ഇൻ അവർ ഫാമിലി ലൈഫ്. നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമുക്ക് എങ്ങനെയാണ് വ്യത്യസ്തരായിട്ട് തീരുവാനായിട്ട് സാധിക്കുക എന്നുള്ള ഒരു വിഷയമാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ കുടുംബജീവിതത്തിൽ വ്യത്യസ്തരാകണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ അതിന് ഒരു പേര് കൊടുത്തു, മിഷണൽ ഫാമിലി. നമ്മുടെ കുടുംബങ്ങൾ ഒരു മിഷണൽ ഫാമിലി ആയിട്ട് രൂപപ്പെടുമ്പോൾ ഒരു വലിയ വ്യത്യാസം മറ്റുള്ള കുടുംബങ്ങളിൽ നിന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്താണ് മിഷണൽ ഫാമിലി എന്നുള്ളത് ഇന്നലെ ഞാനത് വിശദീകരിക്കുകയുണ്ടായി. ഇന്ന് ഞാനത് ഒരു വിശദീകരണത്തിനായിട്ട് പോകുന്നില്ല, എങ്കിലും പുതുതായിട്ട് വന്നിട്ടുള്ള ചില പ്രിയപ്പെട്ടവരുണ്ട്, അവർക്ക് വേണ്ടി ഒറ്റ വാക്കിൽ പറയട്ടെ. മിഷണൽ ഫാമിലി എന്ന് പറഞ്ഞാൽ മിഷണറി ഫാമിലി അല്ല. മിഷണറി ഫാമിലി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ മിഷണൽ ഫാമിലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ കുടുംബത്തിലും കുടുംബത്തിലൂടെ വെളിയിലും നിർവഹിക്കുന്ന കുടുംബങ്ങളെയാണ് മിഷണൽ ഫാമിലി എന്ന് പറയുന്നത്. ഒരു മിഷണൽ ഫാമിലി ആണെങ്കിൽ അത് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മിഷണൽ ഫാമിലി? ഒരു മിഷണൽ ഫാമിലിയുടെ ഏതെല്ലാം സ്വഭാവങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ 5 കാര്യങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞു. ഒന്ന്, എ മിഷണൽ ഫാമിലി ഈസ് എ വർഷിപ്പിംഗ് ഫാമിലി. പിന്നെ അഫെക്ഷനേറ്റ് ഫാമിലി, അട്രാക്ഷണൽ ഫാമിലി, നർച്ചറിംഗ് ഫാമിലി ആൻഡ് ഇൻകാർണേഷണൽ ഫാമിലി. ഈ 5 ക്വാളിറ്റീസ് അല്ലെ 5 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒരു മിഷണൽ ഫാമിലിക്ക് ഉള്ളത് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം പറയാനായിട്ട് ഇടവന്നു. അതിൽ ഒരു കാര്യം മാത്രമാണ് നമ്മൾ ഇന്നലെ ചിന്തിക്കാനായിട്ട് ഇടയായി തീർന്നത്. ഇറ്റ്സ് എ വർഷിപ്പിംഗ് ഫാമിലി. ഇന്ന് നമ്മൾ അതിന്റെ 2ാമത്തെ ഭാഗത്തേക്കാണ് പോകുന്നത്. അതായത് ഒരു മിഷണൽ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് an affectionate ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു സ്നേഹിക്കുന്ന കുടുംബമായിരിക്കണം. എന്തായി ഈ സ്നേഹിക്കുന്ന കുടുംബം എന്ന് പറഞ്ഞാൽ? അതിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഞാൻ അതെല്ലാം ഒന്ന് ക്രോഡീകരിച്ച് പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഒരു അഫെക്ഷനേറ്റ് ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലി ഒരു റിലേഷൻഷിപ്പ് സെന്റർ ആയിട്ട് രൂപം കൊള്ളണം. നമ്മുടെ കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ വേണം യഥാർത്ഥമായ സ്നേഹബന്ധം എന്താണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് കാണുവാനായിട്ട്. നമുക്കറിയാം, ലോകത്തിൽ അനേക കുടുംബങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മളെക്കാൾ നന്നായിട്ട് ജീവിക്കുന്ന കുടുംബങ്ങളൊക്കെ ഇല്ലേ എന്ന് നമ്മളൊക്കെ പറയാറുണ്ട്. എന്നാൽ അവരുടെയൊക്കെ സ്നേഹം അല്ലെങ്കിൽ അന്യോന്യമുള്ള സ്നേഹബന്ധങ്ങളൊക്കെ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് വ്യത്യസ്തമായ കാര്യങ്ങളിലാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവമക്കളുടെ കുടുംബങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മുടെ സ്നേഹബന്ധം വ്യത്യസ്തമാണ്. അവർ പറയുന്നു, ഒരുപക്ഷെ അവരുടെ സ്നേഹബന്ധം ഏതെങ്കിലും കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ നമ്മൾ സാധാരണ നമ്മുടെ ക്രിസ്തീയ കുടുംബമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യൻ പ്രിൻസിപ്പിളിനെ, ദൈവവചനത്തിന്റെ പ്രമാണങ്ങളെ ആസ്പദമാക്കി അടിസ്ഥാനമാക്കിയുള്ള ഒരു ബന്ധമാണ് നമ്മുടെ കുടുംബങ്ങൾ നടക്കുന്നത്. അതുകൊണ്ടാണ് വിളിച്ചത് ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് സെന്റർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തൊക്കെ ഉണ്ടാകണം? ഒന്ന്, ആരോഗ്യപരമായ ആദരവ് ഈ കുടുംബത്തിലുണ്ടാകണം. റെസ്പെക്ട് ഈച്ച് അതർ. ഇത് പല കുടുംബങ്ങളിലും ഇല്ലാത്ത ഒരു കാര്യം. അന്യോന്യം ബഹുമാനം നഷ്ടപ്പെടുകയാണ്. ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കുക, അല്ലെ ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കുക, മക്കളെ ബഹുമാനിക്കുക, മക്കൾ തിരിച്ചു മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക. ഈ ഒരു ബഹുമാനം നഷ്ടപ്പെട്ടിരിക്കുന്നത് പല കുടുംബങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. ഒരുപക്ഷെങ്കിൽ പല കാരണങ്ങളും അതിന് പറയുവാനായിട്ട് സാധിക്കും. ഈ ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന് പറഞ്ഞൊരു പ്രമാണമുണ്ട്. അതായത് നമ്മൾ ആദ്യം അങ്ങോട്ട് ബഹുമാനിക്കണം, എന്നിട്ട് തിരിച്ച് ബഹുമാനം എടുക്കണം എന്നുള്ളതാണ്. ഞാൻ ഒരിക്കലും ഇത് പറഞ്ഞു, ഈ ബഹുമാനിക്കത്തക്ക നിലയിലുള്ളൊരു ജീവിതം കാണിച്ചെങ്കിലല്ലേ ബഹുമാനിക്കാൻ പറ്റുകയുള്ളൂ. അത് വളരെ ശരിയാണ്. അതായത് ഒരു ഭർത്താവിനെ ഭാര്യ ബഹുമാനിക്കണമെങ്കിൽ ഭർത്താവ് ബഹുമാനിക്കത്തക്ക നിലയിൽ ഒരു ജീവിതമായിരിക്കണം, നേരെ തിരിച്ചും. അപ്പോൾ ബഹുമാനിക്കപ്പെടുവാനായിട്ട്
ഉള്ള ഒരു ജീവിതം, ഒരു മോഡലായിട്ട് എല്ലാവരും തീരണം. റെസ്പെക്ട് ഈച്ച് അതർ. ഇത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. ഈ ബഹുമാനം ഇല്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് നീ നിന്റെ പാട് നോക്ക്, അല്ലെങ്കിൽ നിന്റെ വഴിക്ക് പൊക്കോ, അല്ലെങ്കിൽ നീ എങ്ങനെയുള്ള പദപ്രയോഗങ്ങളൊക്കെ വരുന്നത് ഈ ബഹുമാനം നഷ്ടപ്പെടുമ്പോഴാണ്. കുടുംബ ജീവിതത്തിൽ ഒരിക്കലും ബഹുമാനം നഷ്ടപ്പെട്ടുള്ള ഒരു സംഭാഷണം പോലും ഉണ്ടാകുവാനായിട്ട് പാടില്ല. ഒരു പക്ഷെ സ്നേഹത്തിലൊക്കെ പലരും പറയാറുണ്ട്. എന്നാൽ ഞാൻ പറയുന്നത്, ഒരു കാരണവശാലും ബഹുമാനം നഷ്ടപ്പെടുന്ന ഒരു വാചകം പോലും ഉണ്ടാകാനായിട്ട് പാടില്ല. ആരോഗ്യപരമായ ആദരവ് ഉണ്ടാകണം. രണ്ടാമത്, സന്തോഷകരമായ കീഴടങ്ങൽ ഉണ്ടാകണം. ഈൽഡിങ്, അന്യോന്യം കീഴടങ്ങുക. നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവഭയത്തിൽ അന്യോന്യം കീഴടങ്ങണം എന്നാണ്. എന്താണ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്ത്യൻ ഫാമിലി എന്ന് പറയുന്നത് ഒരു പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണ്, ദൈവവചനത്തിന്റെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിലകൊള്ളുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അന്യോന്യമുള്ള കീഴടങ്ങൽ, കീഴടക്കലല്ല, അത് നമുക്ക് പ്രമാണമില്ല. കീഴടക്കാൻ പ്രമാണമില്ല, പക്ഷെങ്കിൽ കീഴടങ്ങണം. കീഴടങ്ങുന്നത് എന്തിനാ? ഞാൻ കീഴടങ്ങണമല്ലോ എന്ന് വിചാരിച്ച് കീഴടങ്ങുകയല്ല. അല്ല, ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ അതുകൊണ്ടങ്ങ് കീഴടങ്ങിയേക്കാം, അതല്ല. പിന്നെയോ ഇതെല്ലാം തന്നെ ആദ്യമേ പറഞ്ഞ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കീഴടങ്ങലാണ്. അപ്പോൾ ആ സ്നേഹം ഉള്ളിൽ വരുമ്പോൾ ആ സ്നേഹത്തിൽ നിന്നാണ് ഈ കീഴടങ്ങലും ഈ ആദരവും എല്ലാം ഉണ്ടാകേണ്ടത്. അപ്പോൾ അന്യോന്യം കീഴടങ്ങുവാനായിട്ടിടയായിട്ട് ഈൽഡിങ്, ഈ ഈൽഡിങ് എന്നുള്ള വാക്ക് വളരെ ശ്രദ്ധേയമാണ്. സാധാരണ ഇവിടെയെങ്കിലും അത് അധികം കാണാറില്ല. നിങ്ങൾ വിദേശ രാജ്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ചില ക്രോസ് റോഡ്സ് ഒക്കെ വരും. ക്രോസ് റോഡ്സ് വരുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ ചിലപ്പോൾ ട്രാഫിക് ലൈറ്റ് ഒന്നും കാണുകയില്ല, ഒരു ബോർഡ് കാണും, ഈൽഡ് എന്നുള്ള ഒരു ബോർഡ് മാത്രമേ കാണുകയുള്ളൂ. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം വന്ന വാഹനം ഏതാണോ അത് ആദ്യം പോകണം. അപ്പം അതിന്റെ പുറകെ ചിലപ്പോൾ വാഹനം കിടപ്പുണ്ട്, അവർ കുറെ കഴിഞ്ഞായിരിക്കും വന്നത്. എന്നാൽ അതിന് മുമ്പ് അപ്പുറത്തെ ലൈനിൽ ചിലപ്പോൾ വാഹനം വന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഇവിടെ ആണെങ്കിൽ ഒറ്റ ലൈനിൽ കിടക്കുന്ന എല്ലാം ഒന്നിച്ചങ്ങ് പോകും. അവിടെ അത് പറ്റുകയില്ല. ആദ്യം വന്ന് ഏതാണോ അതിനെ കടത്തിവിടണം. അതാണ് ഈൽഡിങ് എന്ന് പറയുന്നത്. ഞാൻ മുമ്പേ പോകണം, ഞാൻ പറയുന്ന കാര്യങ്ങൾ നടക്കണം, ആ ഒരു സ്വഭാവമല്ല, കീഴ്പ്പെടാനുള്ള ഒരു മനോഭാവം ഉണ്ടാകണം. ഇനി മൂന്നാമതായിട്ട്, അന്യോന്യം അഭിപ്രായം അംഗീകരിക്കണം. അതായത് എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങളെ അംഗീകരിക്കുവാനുള്ള ഒരു മനസ്സ് ഓരോ കുടുംബത്തിലും ഉണ്ടാകണം. നീ ആരാ? നീ ഭാര്യ, നിന്റെ അഭിപ്രായം ആർക്ക് വേണം? അല്ലെങ്കിൽ നേരെ തിരിച്ച് മക്കളോടുള്ള ബന്ധത്തിലും നിങ്ങളുടെയൊക്കെ അഭിപ്രായം ആരാ കേൾക്കുന്നത്? ആ ഒരു മനോഭാവമല്ല. പിന്നെയോ കുടുംബത്തിലുള്ള എല്ലാവരും അഭിപ്രായങ്ങൾ പറഞ്ഞാൽ ആ അഭിപ്രായങ്ങൾ കേൾക്കുവാനും അംഗീകരിക്കുവാനും ഉള്ളൊരു മനസ്സ് ആ കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇതെല്ലാം നമ്മുടെ സ്നേഹബന്ധത്തെ പരിപോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ്. നാലാമതായിട്ട്, അന്യോന്യമുള്ള ദൃഢബന്ധം, ഇന്റിമസി. ഇന്റിമസി എന്ന് പറയുന്നത് വളരെ ആഴമേറിയ ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ്. ഇന്റിമസി ഒരിക്കലും ഒരുമിച്ച് താമസിച്ചത് കൊണ്ടോ ഒരു കിടക്കയിൽ കിടന്നുകൊണ്ടോ കിട്ടുന്ന ഒരു കാര്യമല്ല. ഒരു വീട്ടിൽ താമസിച്ചാലും 1000 മൈൽ അകലെയുള്ള ആളുമായിട്ട് ഒരുപക്ഷെ അതിനേക്കാൾ വലിയ ഇന്റിമസി ഉണ്ടായി എന്ന് വന്നേക്കാം. ഇന്റിമസി എന്ന് പറയുന്നത് ഹൃദയങ്ങളെ അറിയുന്ന ബന്ധമാണ്. നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലാണ് മുടിയൻ പുത്രൻ വീട്ടിലേക്ക് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ വലിയൊരു ആഘോഷമൊക്കെ നടക്കുകയാണ്. എന്നാൽ മൂത്ത പുത്രൻ വെളിയിൽ പോയിട്ട് വന്ന് ഈ ആഘോഷം കണ്ടിട്ട് ദാസനോട് എന്താ ഇവിടെ? അത് പറഞ്ഞു, നിന്റെ അനുജൻ വന്നിട്ടുണ്ട്, അതിന് നിന്റെ അപ്പൻ അവിടെ ആഘോഷം നടത്തുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അവൻ അകത്തേക്ക് കയറാതെ വെളിയിൽ തന്നെ നിന്നപ്പോൾ അപ്പൻ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, മനെ നീ അകത്തോട്ട് കയറി വാ. അപ്പോൾ അവൻ പറഞ്ഞൊരു വാചകമുണ്ട്, നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്, ഞാൻ ഇത്ര കാലമായി നിന്നോടുകൂടെ വസിക്കുന്നു, എങ്കിലും ഒരാട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നിട്ടില്ലല്ലോ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഇത്ര കാലമായി. ഹീസ് ടോക്കിംഗ് അബൌട്ട് ദ ഡ്യൂറേഷൻ. ഒരു പീരീഡിനെ കുറിച്ച് പറയാം. ഇത്ര കാലമായിട്ട് ഞാൻ നിന്റെ കൂടെ വസിക്കുക. പക്ഷെ ഇത്ര കാലമായിട്ടും ഈ അപ്പന്റെ ഹൃദയം അറിയാൻ ഈ മകന് കഴിഞ്ഞില്ല.
എൻ്റെ അപ്പന് സ്നേഹിക്കുന്ന ഒരു ഹൃദയമുണ്ട്. ആ ഹൃദയത്തിനെ വെളിപ്പെടുത്തലാണല്ലോ അവിടെ നമ്മൾ കാണുന്നത്. എന്നാൽ ആ ഹൃദയം അറിയാനായിട്ട് കഴിയാതെ വരുന്ന ഒരവസ്ഥ. അപ്പൊ ഇത്ര കാലമായി കൂടെ താമസിക്കുന്ന വല്ല പ്രയോജനമുണ്ടോ? ഇത് തന്നെയാണ് പല കുടുംബങ്ങളിലും സംഭവിക്കുന്നത്. കൂടെ താമസിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി ഇതുവരെയും ഹൃദയത്തിന്റെ അവസ്ഥ അറിയാത്ത, ഹൃദയം എങ്ങനെയാണ് എന്ന് പുറമേയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, എന്നാൽ കൂടെ താമസിക്കുന്ന ആളിന്റെ ഹൃദയത്തിന്റെ ആ അവസ്ഥ തിരിച്ചറിയുവാൻ കഴിയാത്ത എത്രയോ കുടുംബങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്തിനാണ്? ചിലപ്പോൾ പല വികാര പ്രകടനങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഒരുപക്ഷെ ഭാര്യയുടെ ഭർത്താവിന്റെ ഒക്കെ ആകാം. എന്നാൽ അങ്ങനെയുള്ള വികാരം, ഇതെന്തിന്റെ വികാരമാണ്? ഈ ഹൃദയം ഒരു കാര്യം സംസാരിക്കുമ്പോൾ അത് ഹൃദയത്തിൽ ഏത് വികാരത്തോടെ സംസാരിക്കുന്നു, ഇതൊന്നും തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ആ ഇന്റിമസിയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഇന്റിമസി, സുദൃഢമായ ഒരു ബന്ധം കുടുംബ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ആ അഫെക്ഷനെ അല്ലെങ്കിൽ ആ സ്നേഹത്തെ വർദ്ധിപ്പിക്കുന്നതായ കാര്യമാണ്. എന്നാൽ പലപ്പോഴും ഇങ്ങനെയുള്ള സ്നേഹബന്ധത്തിന് കുറവ് വരുമ്പോൾ അത് കഴിയുമ്പോൾ അടുത്തത് തീരുമാനിക്കുന്നതെന്നറിയാമോ? ഇങ്ങനെ നമുക്ക് ജീവിക്കാൻ വയ്യായെങ്കിൽ ഇനിയിപ്പോ എന്ത് ചെയ്തേക്കാം? നമുക്കങ്ങ് പിരിഞ്ഞേക്കാം. ഇതാണ് പലപ്പോഴും ഓപ്ഷൻ ആയിട്ട് പലരും തിരഞ്ഞെടുക്കാറുള്ളത്. ഡൈവോഴ്സ് ഈസ് ആൻ ഓപ്ഷൻ എന്നുള്ള നിലയിൽ പലരും അതിലേക്കാണ് അടുത്തത് പോകുന്നത്. ഇനിയിപ്പം ചേർന്ന് ജീവിക്കാൻ വയ്യെങ്കിൽ നമുക്ക് പിരിഞ്ഞേക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ, ഞാൻ പറയട്ടെ, ഇങ്ങനൊരു ഓപ്ഷൻ ദൈവവചനത്തിൽ നൽകിയിട്ടില്ല. കാരണം വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നത് നമുക്കറിയാം, ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു എന്നാണ്. വിവാഹത്തിലൂടെ, ഉടമ്പടിയിലൂടെ ഒരുമിച്ച് ചേർക്കപ്പെട്ടത് വേർപെടുത്താൻ വേണ്ടിയല്ല. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. അത് കോടതിക്ക് അവകാശമില്ല, സഭയ്ക്ക് അവകാശമില്ല, സമൂഹത്തിന് അവകാശമില്ല, ആർക്കും ആ ഒരു അവകാശം ഇല്ല, ദൈവം നൽകിയിട്ടില്ല. കാരണം ദൈവവചനത്തിൽ കുടുംബങ്ങളെ ദൈവം യോജിപ്പിച്ച് ഒരു ദൃഢമായ ബന്ധം, ഭാര്യ ഭർത്തൃ ബന്ധം പോലെ ഇത്ര സുദൃഢമായ മറ്റൊരു ബന്ധമില്ല. ഇത് വേർപെടുത്തുവാനായിട്ട് പറ്റില്ല, വേർപെടുത്തുവാനായിട്ട് പാടില്ല. അതുകൊണ്ട് ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരു ഓപ്ഷനേ അല്ല. ഞാൻ പലപ്പോഴും ഫാമിലി കൗൺസിലിങ്ങിന് വേണ്ടി വരുന്ന ചിലര് പറയാറുള്ള, ചിലർക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ്, സാറേ നമുക്ക് ഇത് വേർപെടുത്താനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ളതാണ്. ഞാൻ ചോദിച്ചു, വേർപെടുത്താനുള്ള മാർഗത്തിനേക്കാൾ ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് യോജിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് അന്വേഷിക്കുന്നതാണ്. കാരണം വേർപെടുത്താനായിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ ഏതാണ്ട് 7 വർഷം തന്നെ അതിന്റെ പുറകെ പോകേണ്ടതായിട്ട് വരും. എന്തിനാണ് ആ സമയം കൊണ്ട് മാനസികമായി, ശാരീരികമായി, ആത്മീകമായി, സാമ്പത്തികമായി എല്ലാം തകർക്കപ്പെട്ട് ഒരു നിരാശജനകമായ ജീവിതത്തിലേക്ക് പോയിട്ട് വീണ്ടും ആ ഭാരം പേറിക്കൊണ്ട് ജീവകാലം മുഴുവൻ കഴിഞ്ഞുകൂടുന്നതിനേക്കാൾ നല്ലത് ഒരുമിച്ച് ജീവിക്കുവാൻ തന്നെ ഒന്ന് താണു കൊടുക്കേണ്ടതാണെങ്കിൽ, ക്ഷമിക്കേണ്ടതാണെങ്കിൽ ക്ഷമിച്ചു പോകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതൊരു ഓപ്ഷൻ അല്ല. ദൈവ സ്നേഹത്തിൽ ഒരുമിച്ച് ജീവിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കുടുംബത്തിന്റെ ഐക്യത എങ്ങനെയാണ് സുദൃഢമാക്കാനായിട്ട് കഴിയുന്നത്? ഈ കുടുംബത്തിലെ സ്നേഹബന്ധം അതെങ്ങനെയാണ് സുദൃഢമാക്കാനായിട്ട് കഴിയുന്നത്? അതിന്റെ അളവ് എങ്ങനെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും? പല കുടുംബങ്ങളിലും സ്നേഹമുണ്ട്, ഇല്ലെന്നല്ല, സ്നേഹമുണ്ട്. ചിലയിടത്ത് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്തവരുണ്ട്. സ്നേഹമുണ്ട്, പക്ഷെങ്കിൽ പ്രകടിപ്പിക്കാനായിട്ട് അറിയത്തില്ല. ചാണ്ടപ്പിള്ള ചായൻ ഇപ്പോഴ് ക്ലാസ് എടുത്തിട്ട് പോയി, അദ്ദേഹം തന്നെ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഒരിക്കൽ ഒരാൾ വന്ന് പറഞ്ഞു, എന്റെ മോന് 5 ഭാഷ നന്നായിട്ട് അറിയാം, പക്ഷെ ആൾ ഊമനാണ് എന്ന് പറഞ്ഞ പോലെ പലർക്കും സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹമുണ്ട്, ഉള്ളിലുണ്ട്, പക്ഷെങ്കിൽ പുറത്ത് കാണിക്കാനായിട്ട് അറിയാൻ പാടില്ലാത്ത പലരും ഉണ്ട്. പക്ഷെങ്കിൽ ഈ ഐക്യത കുറച്ചുകൂടെ, അല്ലെങ്കിൽ ഈ കുടുംബ ബന്ധം, ഈ സ്നേഹബന്ധം അത് വർദ്ധിപ്പിക്കാനായിട്ട് എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ, നമ്പർ 1 ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണ്. തുറന്ന ആശയവിനിമയം കുടുംബത്തിലുണ്ടാകണം. കാരണം ആശയവിനിമയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രൊട്ടക്ഷൻ വാൾ ഓഫ് ദി ഫാമിലി എന്നാണ്. ഒരു കുടുംബത്തിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഈ ആശയവിനിമയം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു വീടിന് ഭിത്തി ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ആർക്ക് വേണമെങ്കിലും കയറി ഇറങ്ങി പോകാനായിട്ട് പറ്റില്ല. ഒരു കുടുംബത്തോടുള്ള ബന്ധത്തിൽ ഈ സംരക്ഷണ ഭിത്തി കാക്കപ്പെടണം. അതായത് ഈ ഭിത്തി ദുർബലമാകുവാനോ തകർക്കപ്പെടുവാനോ പാടില്ല. കാരണം
ഇതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും പുറത്തേക്ക് പോകാൻ പാടില്ല. ഇന്ന് സംഭവിക്കുന്ന എന്താണ്? ഈ ഭിത്തികൾക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും ഇത് ചോർന്ന് വെളിയിലേക്ക് പോവുകയാണ്. അതെങ്ങനെയാ? അത് പലപ്പോഴും വീട്ടിനുള്ളിൽ സംസാരിക്കാനായിട്ട് നിവൃത്തിയില്ല. അതുകൊണ്ട് വെളിയിലുള്ളവരുമായിട്ട് കാര്യങ്ങൾ പങ്കുവെച്ച് ഇത് പുറത്തേക്ക് പോകുന്ന കാഴ്ച കാണുവാൻ കഴിയും. അതോടുകൂടെ കുടുംബജീവിതം ദുർബലമാകുന്നു എന്നുള്ള ആ സത്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് തുറന്ന ആശയവിനിമയം ഉണ്ടാകണം. ഈ ആശയവിനിമയത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, there are 4 levels of communication എന്നാണ്. അതായത് ആശയവിനിമയത്തിന്റെ 4 തലങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പലരും കുടുംബത്തിൽ തന്നെ ഈ ആശയവിനിമയത്തിന്റെ 4 തലങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളാണ്. ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് കാഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. എല്ലാവരും കൂടെ വന്നിരിക്കും, ചോദിക്കും എന്താണ് വിശേഷം? ഒന്നുമില്ല. എന്നാ വിശേഷം? ഒന്നുമില്ല. തീർന്നു, കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞു. കാരണം ഇറ്റ് ഈസ് വെരി കാഷ്വൽ. അവർക്ക് മറ്റൊന്നും ചോദിക്കാനായിട്ടില്ല. സുഖമാണോ? എന്തുകൊണ്ട് വിശേഷം? തീർന്നു. അതോടുകൂടെ സകലവും അവസാനിച്ചു. അങ്ങനെയുള്ള കാഷ്വൽ കമ്മ്യൂണിക്കേഷനിലൂടെ കടന്നു പോകുന്ന അനേക കുടുംബങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്നും സംസാരിക്കാനായിട്ടില്ല. ഈ ഒരൊറ്റ വാക്കിൽ ചോദിച്ച് അവസാനിപ്പിക്കുന്ന പലരെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി ചോദിച്ചാൽ തന്നെ എക്സ്പ്ലനേഷൻ ആഗ്രഹിക്കുന്നുമില്ല. എന്നോണ്ട് വിശേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം പുറത്തൊരാളെ കണ്ട് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കാറ് എന്നോണ്ട് വിശേഷം? അതെ, അവിടോട്ട് ഇരിക്കും, 1 മാസത്തെ വിശേഷം പറയാനുണ്ട് എന്ന് പറഞ്ഞ് ആളെങ്ങോട്ട് തുടങ്ങിയാൽ എത്ര പേര് കേൾക്കാൻ തയ്യാറാകും? നമ്മൾ പറയും, ഞാൻ അതിനു വേണ്ടി ഒന്നുമല്ല ചോദിച്ചത്, എന്നോണ്ട് വിശേഷം നമ്മൾ സാധാരണ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരൊറ്റ ഉത്തരവുണ്ട്. എന്താ? ഒന്നുമില്ല. ഇത്രയും മാത്രമേ നമ്മൾ കേൾക്കാൻ. അല്ലാതെ അതിന്റെ എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ കഴിഞ്ഞ 1 മാസം നടന്ന കാര്യങ്ങളോ ഇതൊന്നും കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അത് അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും ഈ കാഷ്വൽ ടോക്ക് എന്ന് പറയുന്നത്. കുടുംബജീവിതത്തിൽ ഇതുപോലെ തന്നെയാണ്. ഒരാളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ നമുക്ക് താല്പര്യമില്ല. ഒരാളുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ട് അതൊന്നും കേൾക്കാൻ നമുക്ക് താല്പര്യമില്ല. ഒരു കാഷ്വൽ ടോക്കായിട്ട് കുടുംബജീവിതത്തെ കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. ഇനി രണ്ടാമത്തത് എന്ന് പറയുന്നത് പ്രൊഫഷണൽ ടോക്കാണ്. പ്രൊഫഷണൽ ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ വന്നിരിക്കും. സംസാര വിഷയം എന്ന് പറയുന്നത് വീട്ടിലെ കാര്യമോ ഒന്നുമല്ല. ഒരു പക്ഷെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തെ കുറിച്ചോ അല്ലെങ്കിൽ അവര് ചെയ്യുന്ന ജോലിയെ കുറിച്ചോ ഇങ്ങനെയുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, രാഷ്ട്രീയത്തെ കുറിച്ച്, ഇതൊക്കെയാണ് സംഭാഷണ വിഷയങ്ങൾ. അത് മാത്രം സംസാരിക്കുന്ന പല കുടുംബങ്ങളുണ്ട്. അല്ലാതെ വേറൊന്നും സംസാരിക്കാനായിട്ട് അവർക്കില്ല. വീട്ടിലെ കാര്യങ്ങളൊന്നുമില്ല, പുറത്ത് കാര്യങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങള് സംസാരിക്കുന്ന പലരുമുണ്ട്. അങ്ങനെ സംസാരിച്ചാൽ, ഇപ്പൊ ജോലി ചെയ്യുന്ന ഒരാള് ജോലിയിലെ കാര്യങ്ങളേക്ക് സംസാരിച്ചാൽ മറ്റേ ആൾക്ക് ജോലി ഇല്ലാത്ത ഒന്നും മനസ്സിലാകുന്നില്ല. എന്നാ പറയുന്നത്? ക്രിക്കറ്റ് അറിയാത്ത ഒരാളുടെ അടുത്ത് വന്നിരുന്ന് ക്രിക്കറ്റിനെ കുറിച്ച് പറഞ്ഞാൽ ആളിങ്ങനെ വായും മുറിച്ചിരിക്കുകയുള്ളൂ. എന്നെ ഇത് പറയുന്നത് എന്ന് പറയുന്നത് പോലെ പലപ്പോഴും നമ്മുടെ സംസാരങ്ങൾ അടുത്തുള്ള ആൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഈ പ്രൊഫഷണൽ ടോക്കിലൂടെ പോകുമ്പോൾ അങ്ങനെ വരുന്ന കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നില്ല. ഒരാൾ മാത്രം എന്തൊക്കെയോ പറയുന്നു, അത് ആളുകൾ കേൾക്കുന്നു, അങ്ങനെ പോകുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി മൂന്നാമത്തെ ടോക്ക് എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് ആണ്. ഫ്രണ്ട്ഷിപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. നമുക്കറിയാം, കൂട്ടുകാര് സ്നേഹിതരൊക്കെ കൂടി കഴിഞ്ഞാൽ കുറേയൊക്കെ കാര്യങ്ങൾ പറയും. എന്ന് പറഞ്ഞ എല്ലാ സീക്രട്ടൊന്നും നമ്മൾ വെളിപ്പെടുത്താറില്ല. കുറേയൊക്കെ കാര്യങ്ങളൊക്കെ പറയും, അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെയുള്ള ഒരു അത്യാവശ്യ സംഭാഷണ മേഖലയായിട്ട് പല കുടുംബങ്ങളും തീരാറുണ്ട്. ആവശ്യങ്ങളെല്ലാം ഒന്നും പറയാറില്ല, എല്ലാം തുറന്നു പറയാറില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്ന കുടുംബങ്ങൾ ഉണ്ട്. ഇതാണ് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത്. എന്നാൽ നാലാമത് ഒരു മേഖലയുണ്ട്. അതാണ് ഇന്റിമേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതാണ് ഹൃദയത്തിൽ നിന്നുള്ള സംസാരം. നമ്മൾ തിരുവനന്തപുരം വായിക്കുന്നുണ്ട്, നിങ്ങൾ ഹൃദയപൂർവ്വം സത്യം സംസാരിക്കണം എന്നാണ്. നമ്മുടെ സംഭാഷണം, കുടുംബത്തിലെ സംഭാഷണം എന്ന് പറയുന്നത് അത് ഹൃദയപൂർവ്വമുള്ള സംഭാഷണമായിരിക്കണം. നമ്മുടെ ഭവനത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും അറിയണം. കുടുംബത്തിന്റെ അവസ്ഥയെക്കുറിച്ച് അറിയണം, കുടുംബത്തിന്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് അറിയണം. അങ്ങനെ അറിഞ്ഞാൽ അന്യോന്യം പ്രാർത്ഥിക്കുവാനും ബലപ്പെടുത്തുവാനും അന്യോന്യം കരുതുവാനും ഒക്കെ അത് മുഖാന്തരമായിട്ട് തീരും. ഈ ഇന്റിമസി ഇല്ലാതുള്ള സംഭാഷണങ്ങളാണ് പല കുടുംബങ്ങളിലും നടക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നിങ്ങള് ഭവനത്തിലേക്ക്, നിങ്ങളുടെ വീടുകളിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ട് ഇതിൽ ഏത് കമ്മ്യൂണിക്കേഷനാണ്, ഏതൊരു ആശയവിനിമയമാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ നിലനിർത്തി പോകുന്നത്? ഏത് തലത്തിലാണ് നമ്മൾ
നമ്മൾ എത്തിയിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് ചിന്തിക്കുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷനിൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, അതായത് ഈ ഇന്റിമേറ്റ് കമ്മ്യൂണിക്കേഷനിലേക്ക് നമ്മൾ വരുന്നില്ല എങ്കിൽ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അറിയത്തില്ല. ചില കുട്ടികൾ തന്നെ വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, പല പ്രശ്നങ്ങളും ഷെയർ ചെയ്യുമ്പോൾ പറയാറുണ്ട്, അങ്ങളെ ഇന്ന പ്രശ്നം. ഞാൻ ചോദിച്ചു, ഇത് വീട്ടിൽ ആർക്കെങ്കിലും അറിയാമോ? ഇല്ല അങ്ങളെ, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അതെന്താ പറയാനുള്ളൊരു സ്വാതന്ത്ര്യം എൻ്റെ വീട്ടിൽ ഇല്ല. ഇത് ചിലപ്പോൾ ശരിയായിരിക്കാം. പല കുടുംബങ്ങളിലും മക്കൾക്ക് അവരുടെ പ്രശ്നങ്ങൾ വന്ന് മാതാപിതാക്കന്മാരോട് പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. ഒരു പക്ഷെങ്കിൽ അത് കേൾക്കുമ്പോൾ കേൾക്കാൻ മനസ്സില്ലാത്ത മാതാപിതാക്കന്മാരായിരിക്കാം. അവർ ഭയങ്കര ബിസിയാണ്. ഒരു ബിസി ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ പ്രശ്നങ്ങളെ കേൾക്കാൻ ഒരാൾ വേണം എന്നുള്ളതാണ്. എന്റെ പ്രശ്നങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നം തീർന്നു. ഇത് കേൾക്കാത്തത് കൊണ്ടാണ് ഉള്ളിന്റെ ഉള്ളിൽ ഇത് പുകഞ്ഞ് അത് വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നത്. നമുക്കറിയാം, നമ്മുടെ മനസ്സെന്നൊക്കെ പറയുന്നത് നമുക്കൊരു ബലൂണോട് വേണമെങ്കിൽ ഉപമിക്കാനായിട്ട് കഴിയും. ഈ ബലൂണിൽ വായു നിറച്ചുകൊണ്ടിരുന്നാൽ എന്താ സംഭവിക്കുക? ഇത് റിലീസ് ചെയ്യുന്നില്ലെങ്കിൽ ആ ബലൂൺ നിറഞ്ഞ് ഒരു ദിവസം എന്ത് ചെയ്യുക? ഇത് പൊട്ടുകയാണ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് പല പ്രശ്നങ്ങളില്ലാത്തവരില്ല. എല്ലാവർക്കും വെല്ലുവിളികളും പ്രശ്നങ്ങളും ഒക്കെ ജീവിത യാത്രയിലുണ്ട്. എന്നാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്താതെ, അതിനെ റിലീസ് ചെയ്യാതെ വീണ്ടും പ്രശ്നങ്ങളെ നിറച്ചുകൊണ്ടിരുന്നാൽ ഒരു ദിവസം പിടിച്ചാൽ കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെടും. അങ്ങനെയാണ് പല കുടുംബങ്ങളിലും പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത്. വാസ്തവത്തിൽ ഉള്ളി പൊടിച്ച കാര്യമായിരിക്കും. നമ്മുടെ സാറ് പറയുന്നത് ഉള്ളി പൊടിച്ച കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് അന്നേരം തീർത്തിരുന്നെങ്കിൽ, അന്നേരം പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇത്ര വലിയൊരു പ്രശ്നത്തിലേക്ക് വരികയില്ലായിരുന്നു. എന്നാൽ അത് അന്നേരം കൈകാര്യം ചെയ്യാതെ ഈ പ്രശ്നങ്ങളെ ഒതുക്കി വന്ന് ഒടുവിൽ ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് വരുന്നു. അതുകൊണ്ട് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. രണ്ടാമത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സ്നേഹബന്ധം നിലനിർത്താനായിട്ട് സഹായകരമായ മറ്റൊരു കാര്യമാണ് എബിലിറ്റി ടു ഹാൻഡിലിംഗ് ദ കോൺഫ്ലിക്ട്സ് എന്നുള്ളത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രശ്നങ്ങളില്ലാത്തവരില്ല, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളെ തടയാൻ ആർക്കും കഴിയത്തില്ല. ഏത് കുടുംബത്തിലായാലും ചെറിയ പ്രശ്നങ്ങളോ വലിയ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം. അത് തടയാൻ പറ്റുകയില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ തലയുടെ മുകളിലൂടെ പക്ഷി പറക്കുന്നത് ആർക്കെങ്കിലും തടയാൻ പറ്റുമോ? ഇല്ല, ആർക്കും തടയാൻ പറ്റില്ല. അതിങ്ങനെ പറന്നുകൊണ്ടിരിക്കും. പക്ഷെങ്കിൽ ഒരു കാര്യം തടയാൻ പറ്റും. എന്താ തടയാൻ പറ്റുന്നത്? ഈ പക്ഷി വന്ന് നമ്മുടെ തലയിൽ കൊണ്ടുവന്ന് കൂട് വെച്ച് മുട്ടയിടാനായിട്ട് നമുക്ക് വേണമെങ്കിൽ അത് തടയാം. എന്നതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ വരരുത് എന്നൊന്നും പറയാൻ പറ്റില്ല. ഏത് സമയത്ത് എന്ത് പ്രശ്നം വരാം. പക്ഷെങ്കിൽ പ്രശ്നങ്ങൾ വരുന്നതല്ല, ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് ഇന്നത്തെ വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഈ കൈകാര്യം ചെയ്യുന്നതിലാണ് പലരും പരാജയപ്പെട്ടു പോകുന്നത്. പല കുടുംബങ്ങളിലെയും മക്കളുടെ കാര്യമായിക്കൊള്ളട്ടെ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ഇതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇതിൽ നമ്മൾ പരാജയപ്പെട്ടു പോയാൽ ഈ പ്രശ്നങ്ങൾ വളരെ വലിയ പ്രശ്നങ്ങളായിട്ട് മാറുകയാണ്. ഇതിനകത്തേക്ക് ആദ്യമേ ആളുകളെ നമ്മൾ കൊണ്ടുവരികയല്ല. പലപ്പോഴും പ്രശ്നം ഉണ്ടായ ഉടനെ തന്നെ സഭയിലുള്ള എല്ലാവരെയും വിളിച്ചു വരുത്തി ഈ പ്രശ്നം കൈകാര്യം അതല്ല വേണ്ടത്. കുടുംബത്തിലെ പ്രശ്നങ്ങൾ കുടുംബത്തിൽ തന്നെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കണം. അവിടെയാണ് പലരും പരാജയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള കൃപയാണ് നമുക്ക് ആവശ്യമായത്. അതിന് ദൈവകൃപ വളരെ ആവശ്യമാണ്. ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഇസ് നോട്ട് ബൈ സ്കിൽ. പലരും കഴിവിലാണ് ആശ്രയിക്കുന്നത്. എൻ്റെ കഴിവ് കൊണ്ടൊക്കെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. ഇന്ന് പൽക്കാലം ഞാൻ പറയട്ടെ, കഴിവ് കൊണ്ട് നടത്താൻ നോക്കിയാൽ ചിലപ്പോൾ പരാജയപ്പെട്ടു പോകും. അത് അവിടെ വേണ്ടത് ദൈവകൃപയാണ്. ദൈവകൃപ ഓരോ കുടുംബത്തിലും ഉണ്ടാകണം. നമ്മൾ വായിക്കുന്നുണ്ട്, നോഹയുടെ കാലത്തെ പ്രശ്നങ്ങൾ നമുക്കറിയാം. എങ്കിലും അതിന്റെ മധ്യത്തിൽ ആ പ്രശ്നങ്ങളെ അതിജീവിച്ച് ജീവിക്കുവാനായിട്ട് നോഹയ്ക്ക് ഇടയായത് കാരണം എന്താ? നോഹയ്ക്ക് ദൈവകൃപ ലഭിച്ചു എന്നുള്ളതാണ്. ആ കുടുംബത്തിന് ദൈവകൃപ ലഭിച്ചു. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടത് ദൈവകൃപയാണ്. ഇതെവിടെയാണ് കിട്ടുന്നത്? ഈ ദൈവകൃപ കിട്ടണമെങ്കിൽ
വേറെ വല്ലയിടത്തും പോയിരുന്നാൽ കിട്ടുകയില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കാനുള്ള മനസ്സ് ഉണ്ടാകണം. കുടുംബമായിട്ട് മുട്ടുകുത്തുവാൻ, ദൈവമുമ്പാകെ വരുവാൻ, ദൈവസന്നിധിയിൽ ഒരുമിച്ചിരിക്കുവാൻ, ദൈവത്തിൽ നിന്ന് ഈ കൃപ പ്രാപിപ്പാനായിട്ട് ഇടയായി തീരണം. 84-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ ദൈവത്തിൽ നിന്ന് ബലം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ്. ദൈവത്തിൽ നിന്ന് ബലം പ്രാപിക്കുക, അതാണ് വേണ്ടത്. അവനാണ് ശക്തനായിട്ട് തീരുന്നത്, ലോകത്തിലെ ബലമല്ല. അപ്പൊ ദൈവ വചനത്തിലൂടെ, ദൈവത്തിലൂടെയുള്ള ബലം കിട്ടുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് എബിലിറ്റി ടു മാനേജ് കോൺഫ്ലിക്ട്സ്, ഏത് പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യാം. ഉദാഹരണങ്ങൾ പലത് പറയാനുണ്ട്, എങ്കിലും സമയം എന്നെ അനുവദിക്കാത്തത് കൊണ്ട് ഞാനൊരു വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. എങ്കിലും ഒരു ഉദാഹരണം മാത്രം ഞാൻ സൂചിപ്പിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തില് യോസേപ്പിനെയും മറിയയെയും കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും വലിയ പ്രശ്നത്തിലൂടെ കടന്നുപോയ ഒരു കുടുംബമാണ്. ഇതുപോലൊരു പ്രശ്നം ലോക ചരിത്രത്തിൽ ആരെങ്കിലും കൈകാര്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ അത്ര വലിയൊരു പ്രശ്നമാണെങ്കിലും ആ പ്രശ്നത്തെ അവർ അതിജീവിച്ചു. എങ്ങനെ അതിജീവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, യോസേപ്പ് നീതിമാനാകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ആരംഭിച്ചിരിക്കുന്നത്. ജോസഫ് വാസ് റൈറ്റസ് മാൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്റെ ക്യാരക്ടർ, തന്റെ സ്വഭാവം, തന്റെ പ്രശ്നത്തെ അതിജീവിക്കുവാൻ തന്നെ സഹായിച്ചു എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം. ഏത് പ്രശ്നം വരുമ്പോഴും ആദ്യമേ ചിന്തിക്കേണ്ട കാര്യം ഞാൻ ആരാണ് എന്നുള്ളതാണ്. ഞാനൊരു ദൈവമകനാണ്. അപ്പൊ ദൈവമകൻ എന്ന നിലയിൽ എനിക്കിത് ചെയ്യാൻ കഴിയുമോ? യോസേപ്പ് എന്തുകൊണ്ടാ മറിയ ഉപേക്ഷിക്കാഞ്ഞത്? ന്യായപ്രമാണ പ്രകാരം ഒക്കെ ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷെ വേദപുസ്തകം പറയുന്നത് നീതിമാനായതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പോയില്ല. അതുകൊണ്ട് ആ ഒരു ക്യാരക്ടർ എപ്പോഴും ആവശ്യമാണ്. ഞാൻ ആരാണെന്നുള്ള ഒരു തിരിച്ചറിവാണ് ഒരു ദൈവപൈതന് ഈ ലോകത്ത് നിന്ന് വ്യത്യസ്തനാകാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യം. ഇനി രണ്ടാമത് നമ്മൾ അവിടെ കാണുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, യോസേപ്പ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നാണ് വായിക്കുന്നത്. പ്രശ്നമൊക്കെ ഉണ്ടായി കഴിഞ്ഞ് പെട്ടെന്ന് ആ ഒരു എടുത്തിയാട്ടത്തിലേക്ക് പോയില്ല. പിന്നെന്താ, അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക, നനച്ചുകൊണ്ടിരിക്കുക, ഈ കാര്യം ദൈവസന്നിധിയിൽ അറിയിച്ചുകൊണ്ടിരിക്കുക, ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുക. ആരുമായിട്ടാ? ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ, ബന്ധം. ആ ബന്ധം നടന്നുകൊണ്ടിരിക്കുക. ദൈവത്തോട് കാര്യം പറയുക. എന്താ? ദൈവമേ, ഗോഡ് യു ഇന്റർവീൻ ഇൻ ദിസ് പ്രോബ്ലം. എന്റെ പ്രശ്നത്തിൽ ദൈവം ഇടപെടണം. അല്ലാതെ മറ്റുള്ളവരെ വിളിച്ചില്ല. വേണമെങ്കിൽ യോസേപ്പിന് അവിടെയുള്ള മൂപ്പന്മാരെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ വിളിച്ച് ഇങ്ങനെ പ്രശ്നമാണ്, എന്താ ചെയ്യേണ്ടത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ ചെയ്തില്ല. ദൈവം ഇടപെടട്ടെ. ദൈവത്തിന് ഇടപെടാനായിട്ട് അവസരം കൊടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ 9 മാസം വരെ ഒരു അക്ഷരവും ഒരു പ്രശ്നം ഉണ്ടായില്ല. ദൈവത്തിന് ഇടപെടാൻ അവസരം കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നത് ദൈവം സംസാരിച്ചു. ദൈവം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത് നമ്മൾ വായിക്കുന്നത്, യോസേപ്പ് ദൈവം പറഞ്ഞതുപോലെ, അഥവാ ദൈവത്തിന്റെ ദൂതൻ എങ്ങനെ പറഞ്ഞോ അതുപോലെ തന്നെ ചെയ്തു. He did not look at the convenience but conviction. ദൈവം ബോധ്യപ്പെടുത്തിയതാണ് ചെയ്തത്, അല്ലാതെ അവന്റെ കൺവീനിയൻസ്. നമ്മൾ പലപ്പോഴും എന്താ ചെയ്യാറുള്ളത്? ഏത് കാര്യം വന്നാലും എന്നെ കൊണ്ട് പറ്റില്ല ബ്രദറെ, ഇത് പറ്റുകയില്ല, കൺവീനിയൻസ് അല്ല, എനിക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള കാര്യം ഞാൻ ചെയ്യത്തുള്ളൂ. കൺവീനിയൻസ് അല്ല. ദൈവസന്നിധി പ്രശ്നങ്ങളുമായിട്ട് വരുമ്പോൾ എന്റെ സൗകര്യമല്ല നോക്കേണ്ടത്, ദൈവം എന്നെ എങ്ങനെ ബോധ്യപ്പെടുത്തുന്നു എന്നുള്ളത് മനസ്സിലാക്കി ചെയ്യാനായിട്ട് കഴിയണം. ദൈവവചനത്തിലൂടെ എന്നെ ബോധ്യപ്പെടുത്തിയതാണ്. അതിന്റെ മുമ്പാകെ ആമീൻ പറയാനായിട്ടുള്ള ഒരു ധൈര്യം നമ്മൾ കാണിക്കണം. അല്ലാതെ സംഗതിയൊക്കെ ശരിയാണ്, വേദപുസ്തകം പറയുന്നതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു, പക്ഷെ എനിക്ക് അതിനുള്ള സൗകര്യം ഇല്ല. എന്റെ സൗകര്യം അനുസരിച്ചാണെങ്കിൽ എനിക്ക് വേറെ എന്തിലേക്ക് പോയേ പറ്റുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, അത് ദൈവവചനം അനുസരിക്കുന്നില്ല. അതുകൊണ്ട് ദൈവവചനപ്രകാരം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാൻ നമുക്ക് കഴിയണം. നാലാമതായിട്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സ്പെൻഡിങ് ക്വാളിറ്റി ടൈം ആസ് എ ഫാമിലി. കുടുംബമായിട്ട് നമ്മൾ സമയം ചെലവഴിക്കാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. കുടുംബമായിട്ട് സമയം ചെലവഴിക്കണം. ഇന്ന് ഇത് മാത്രമില്ല. ഒരിക്കൽ ഒരാൾ, ഞങ്ങൾ സമയം ചെലവഴിക്കാറുണ്ട്. എന്നാ, ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചിരുന്നാണ് വൈകിട്ടത്തെ സീരിയൽ കാണുന്നത്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ചല്ലേ സമയം ചെലവഴിക്കുന്നത്. ഞാൻ പറഞ്ഞു, അത് TV ടൈമാണ്, അത് കുടുംബ സമയമല്ല, അല്ലെങ്കിൽ കുടുംബമായിട്ട് ചെലവഴിക്കുന്ന സമയമല്ല, അത് TV ടൈമാണ്. പിന്നെ ഭക്ഷണമേശ ഞങ്ങളെല്ലാം കൂടെ
ഒരുമിച്ചായിരിക്കുന്നത്. അത് ഡൈനിങ് ടൈമാണ്, അത് ഭക്ഷണത്തിന്റെ സമയമാണ്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഒരുമിച്ച് കുടുംബമായിട്ട് സമയം ചെലവഴിക്കാറുണ്ടോ? എന്റെ പ്രിയപ്പെട്ട, എത്ര വലിയ ജോലിയാണെങ്കിലും, എത്ര ഭയങ്കര തിരക്കുള്ളവരാണെങ്കിലും, കുടുംബത്തിന് വേണ്ടി സമയം മാറ്റിവെക്കാനില്ലെങ്കിൽ ഒരു ദിവസം മാറിയിരുന്ന് കരയേണ്ടതായിട്ട് വരും. ഇന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ വളരുമ്പോൾ തന്നെ അവർക്ക് അവരോട് ഒരുമിച്ചിരിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അപ്പോൾ സ്പെൻഡിങ് ക്വാളിറ്റി ടൈം, നമ്മുടെ ജീവിതത്തിലെ സമയം അതിനു വേണ്ടി നമ്മൾ മറ്റെല്ലാ കാര്യത്തിനും മാറ്റിവെക്കുന്ന പോലെ ഇതിനു വേണ്ടി കൂടെ മാറ്റിവെക്കാനായിട്ട് ഇടയായിട്ടിരുന്നു. നാലാമതായിട്ട്, willingness to learn from other, മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാനുള്ള മനസ്സ് ഉണ്ടാകണം. ഇതാണ് പലപ്പോഴും നമുക്ക് ഇല്ലാത്തത്. എന്നാൽ ഞാൻ എന്നോ പഠിക്കാനാ, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരിൽ നിന്ന് എന്തോ പഠിക്കാനാ, ഇത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് പഠിക്കാനൊന്നും ഇല്ല, പക്ഷെ ഉണ്ടല്ലോ, നമ്മുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരിൽ നിന്ന് പഠിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം. ലേൺ ഫ്രം യുവർ സ്പൗസ്. ഭാര്യ ഭർത്താവിൽ നിന്ന് പഠിക്കണം, ഭർത്താവ് ഭാര്യയിൽ നിന്ന് പഠിക്കണം. രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കാനുള്ള മനസ്സുണ്ടാകണം. ലേണിംഗ് ഫ്രം മിസ്റ്റേക്സ്. ഒരു പക്ഷേ തെറ്റുകൾ സംഭവിക്കാം, കുറവുകൾ സംഭവിക്കാം, പരാജയം സംഭവിക്കാം. പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കണം. പരാജയം ആവർത്തിക്കപ്പെടുകയല്ല, പിന്നെയോ ഒരു പരാജയം സംഭവിച്ചാൽ ആ പരാജയത്തിൽ നിന്ന് കുടുംബമായി ഒരു പാഠം പഠിക്കണം. അയ്യോ, ഇങ്ങനെ പോയാൽ നമുക്ക് പരാജയം ഉണ്ടാകും, അതുകൊണ്ട് പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പോകാനിടയാകണം. 3, ലേണിംഗ് ഫ്രം യുവർ കിഡ്സ്. നമ്മുടെ മക്കളിൽ നിന്ന് പഠിക്കണം. ഒരു പക്ഷെ നമ്മൾ മക്കളെ അവഗണിക്കാറുണ്ട്, അവരിൽ നിന്ന് എന്നെ പഠിക്കാനാണ് എന്ന് ചിന്തിക്കുന്നത്. അവരിൽ നിന്നും പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്. ആ പാഠങ്ങൾ നമ്മൾ പഠിക്കണം. ലേണിംഗ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് പഠിക്കണം. അപ്പൊ നമ്മൾ പഠിക്കുന്നവരായിരിക്കണം. ഞാനിങ്ങനെ പറയാറുണ്ട്, നമ്മുടെ വീട്ടില് രോഗിയായിട്ട് ഒരാൾ കിടപ്പുണ്ടെന്ന് വിചാരിക്കുക. രോഗിയായിട്ട് കിടക്കുന്ന ആളാ, എഴുന്നേക്കാൻ വയ്യാത്ത ആളാ, ഒരുപക്ഷെ സുബോധമില്ലാതെ കിടക്കുന്ന ആളായിരിക്കാം. പക്ഷെ അവരിൽ നിന്ന് പഠിക്കാൻ നമുക്ക് പാഠങ്ങളുണ്ട്. ദൈവം നമ്മളെ അനേക പാഠങ്ങൾ പഠിപ്പിക്കും. ഒരിക്കൽ ഞങ്ങൾ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പിതാവ് താന് അൺകോൺഷ്യസ് ആയിട്ട് താൻ കിടക്കുകയാണ്. തനിക്കൊരു ബോധമൊന്നുമില്ല. കുറെ 2-3 മാസങ്ങളായി താനിങ്ങനെ കിടക്കുകയാണ്. അപ്പൊ തന്നെ ശുശ്രൂഷിക്കാനായിട്ട് തന്റെ മകൻ അമേരിക്കയിൽ നിന്ന് വന്ന് 2 മാസം ശുശ്രൂഷിച്ചപ്പോഴത്തേക്കും അവൻ കുഴപ്പി. അവൻ എങ്ങനെയെങ്കിലും ഈ അപ്പനൊന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെന്നപ്പം പറഞ്ഞു, സാറേ ഇത് ശരിയല്ല, ഈ മൂക്കിൽ കൂടെ ചൂവിട്ടും ഇങ്ങനെയൊക്കെ ഇട്ട് കിടത്തിയേക്കുന്നത് ശരിയല്ല, ഇത് നമുക്ക് ഊരിക്കളഞ്ഞാൽ. ഞാൻ പറഞ്ഞു, അത് ശരിയല്ലല്ലോ. അല്ല പിന്നെ അതെ, ഞാൻ പറഞ്ഞു, ദൈവത്തിന് ചില കാര്യങ്ങൾ നമ്മോട് സംസാരിക്കാറുണ്ട്. എന്റെ സാറേ എന്നോ സംസാരിക്കാന്ന്, എന്റെ അപ്പൻ ഇതിൽ നിന്ന് എന്ത് പഠിക്കാൻ? അപ്പന് ബോധമില്ലാതെ കട്ടിലിൽ കിടക്കുന്ന ഒരു അപ്പന. ഈ അപ്പന് എന്തെങ്കിലും പഠിക്കാനായിട്ടുണ്ടോ? അപ്പന് പഠിക്കാനായിട്ടൊന്നുമില്ല. ഇനി എന്നെ പഠിപ്പിക്കാനാണെങ്കിൽ ദൈവത്തിന് വേരിയസ് വേസ് ഉണ്ട്, എന്തെല്ലാം മാർഗങ്ങളിലൂടെ ദൈവത്തിന് വേണമെങ്കിൽ എന്നെ പഠിപ്പിക്കാം. ഇങ്ങനെ ഒരു അപ്പനെ ഇങ്ങനെ കിടത്തിയിട്ടാണോ എന്നെ പഠിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞു, അതെ, ദൈവത്തിന് അങ്ങനെയും പഠിപ്പിക്കാം. കാരണം ഞാൻ പറഞ്ഞു, എന്റെ കാര്യം, ഞാൻ ഇന്ന് നിങ്ങളുടെ അപ്പനെ നോക്കാൻ വന്നത് എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചത് കൊണ്ടാണ്. എൻ്റെ അപ്പൻ കിടക്കയിൽ കിടന്ന ഒരാളാണ്. വർഷങ്ങളോളം കിടക്കയിൽ 2 കണ്ണിനും കാഴ്ചയില്ലാതെ 2 കാലും മുറിച്ച് കിടന്ന ഒരാളാണ്. എൻ്റെ അപ്പനെ ഞാൻ നോക്കി, എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് ഇന്ന് നിന്റെ അപ്പനെ നോക്കാനായിട്ട് ഞാൻ വന്നത്. അപ്പൊ ഞാൻ പഠിച്ചില്ലേ? അപ്പൊ ദൈവത്തിന് പഠിപ്പിക്കാനായിട്ട് പാഠങ്ങളുണ്ട്. പലതിൽ നിന്നും ദൈവം നമ്മെ പഠിപ്പിക്കും. എന്നാൽ പഠിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ട്. അതാണ് ഇന്ന് ഇല്ലാത്തത് എന്ന് പറയുന്നത്. മറ്റുള്ളവരിൽ നിന്ന് ലെസൺസ് എടുക്കാനായിട്ട് നമ്മൾ പലപ്പോഴും തയ്യാറല്ല. നമ്മൾ പലപ്പോഴും ഡിക്റ്റേറ്റ് ചെയ്യുന്നവരാ, അങ്ങോട്ട് ഉപദേശങ്ങൾ കൊടുക്കുന്നവരാ, അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക, അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ ഇങ്ങോട്ട് എടുക്കാനായിട്ട് ഓരോ ദിവസവും ദൈവമേ, എൻ്റെ കുടുംബത്തിൽ നിന്ന് ചിലത് പഠിക്കാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ ഭാര്യയിൽ നിന്ന്, എൻ്റെ ഭർത്താവിൽ നിന്ന്, എൻ്റെ മക്കളിൽ നിന്ന് ചില പാഠങ്ങൾ ഇന്ന് ഞാൻ പഠിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പഠിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാകണം.
പ്രതിസന്ധികളിൽ അന്യോന്യം സഹായിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാകണം. ക്രൈസിസ് വരുമ്പോൾ പലരും എന്താ ചെയ്യുന്നറിയാമോ? ഒറ്റപ്പെടുത്തുന്ന ഒരു പരിപാടിയുണ്ട്. ഒരാളുടെ ജീവിതത്തിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ ആളിനെ ഒറ്റപ്പെടുത്തുകയാണ്. നിന്റെ പ്രശ്നമാണ്, ഇത് നീ അനുഭവിച്ചോണം, ഞങ്ങൾക്ക് ഇതില് യാതൊരു പങ്കും ഇല്ല. അങ്ങനെയാണല്ലോ, അവനോൻ ചെയ്യുന്ന അവനോൻ അനുഭവിച്ചോണം എന്ന് പറഞ്ഞ് നമ്മൾ പറയാറുണ്ട്. എന്ന് പറയുന്ന പോലെ ഇത് നിന്റെ പ്രശ്നമാണ്, നീ അനുഭവിച്ചോ, ഇതിനകത്ത് ഞങ്ങൾക്കൊരു പങ്കുമില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബത്തോടുള്ള ബന്ധത്തിൽ ഒരു ക്രൈസിസ് ഉണ്ടായാൽ, ഒരു പ്രശ്നമുണ്ടായാൽ ഒരുമിച്ച് നിന്ന് സഹായിക്കാനായിട്ട്, ചേർത്ത് നിർത്തുവാൻ ഉള്ള ഒരു മനസ്സ് ഉണ്ടാകണം. ഈ ചേർത്ത് നിർത്തലില്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും മാനസികമായിട്ട് തകർന്നു പോകുന്നത്. എന്നെ ചേർത്ത് നിർത്താൻ ആരുമില്ല, കുടുംബങ്ങളെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അവസ്ഥ എന്താണ്? എൻ്റെ പ്രിയപ്പെട്ട, ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അങ്ങനെ വരുമ്പോഴാണ് പല കുടുംബങ്ങളും പിന്നോക്ക അവസ്ഥയിലേക്ക് പോകുന്നത്, ദൈവ ഭയത്തിൽ നിന്ന് മാറിപ്പോകുന്നത്, വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു ചേർത്ത് നിർത്തൽ നമ്മുടെ കുടുംബത്തിൽ ആവശ്യമാണ്. മാത്രമല്ല, വെൽ എസ്റ്റാബ്ലിഷ്ഡ് റൂൾസ് ആൻഡ് റോൾസ് അതും കുടുംബത്തിനുണ്ടാകണം. നിയമമില്ലാത്ത കുടുംബങ്ങളല്ല, എല്ലാ കുടുംബങ്ങൾക്കും എന്തുണ്ടാകണം? പ്രമാണം ഉണ്ടാകണം. പ്രമാണമില്ലാത്ത കുടുംബങ്ങൾ കുടുംബമല്ല. അതിനെ കുടുംബം എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം ഒരു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫാമിലിക്ക് റൂൾസ് ഉണ്ടാകണം. എന്താണ് നിയമം? ആ നിയമം കുടുംബത്തിൽ എല്ലാവരും അറിയണം. എത്ര മണിക്കാണ് വീട്ടിലെ കഥ കടയ്ക്കുന്നത് എന്നുള്ളത് മക്കൾ അറിയണം. അതിനു മുമ്പ് അവർ വീട്ടിൽ വരണം. ചില സമയത്തൊക്കെ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യണേ. ചില സമയത്തൊക്കെ അവർ പോയിട്ടൊക്കെ വരുമ്പോൾ ചിലപ്പോൾ താമസിച്ചു പോയാൽ അതിന് കാരണമുണ്ടല്ലോ. അല്ലെങ്കിൽ എത്ര മണിക്ക് രാവിലത്തെ കുടുംബ പ്രാർത്ഥനയുണ്ട്, റൂൾസ് ഉണ്ടാകണം. വൈകിട്ടത്തെ കുടുംബ പ്രാർത്ഥന എത്ര മണിക്കാ? റൂൾസ് ഉണ്ടാകണം. ഭക്ഷണം എത്ര മണിക്കാണ്? റൂൾ ഉണ്ടാകണം. ഇങ്ങനെ കുടുംബത്തില് നിയമങ്ങൾ ഉണ്ടാകണം. ഇനി കുടുംബത്തിലെ മൂല്യങ്ങൾ എന്തായിരിക്കണം? എന്തിനെ ആസ്പദമാക്കിയാണ് നമ്മുടെ കുടുംബം നിലകൊള്ളുന്നത്? കുടുംബത്തിൽ സത്യം പറയാമോ, കള്ളം പറയാമോ, അതോ നമ്മൾക്ക് അനുവദിക്കുന്ന കള്ളമുണ്ടോ? നമ്മൾ സാധാരണ പറയുന്നത് സിറ്റുവേഷണൽ എത്തിക്സ് എന്ന് പറയും. എത്തിക്സ് ഉണ്ട്. എത്തിക്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ സിറ്റുവേഷണൽ എത്തിക്സ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ സിറ്റുവേഷണൽ എത്തിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാഹചര്യത്തിനനുസരിച്ച് എത്തിക്സ് മാറുക എന്ന് പറയും. നമ്മൾ ഒരു ചെറിയ ഉദാഹരണം നമുക്കറിയാം. നമ്മുടെ വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൂടെ ഇലക്ട്രിക്കൽ മാൻ വരണം, ഇലക്ട്രീഷ്യൻ വന്ന് ഇത് ശരിയാക്കണം. അപ്പോൾ എത്ര പ്രാവശ്യം വിളിച്ചാലും ചിലരൊന്നും വരികയില്ല. അപ്പോൾ ഇങ്ങനെ ഒടുവിൽ വന്നു കഴിഞ്ഞ് എല്ലാം പണി കഴിയുമ്പോൾ നമ്മളൊരു 100 രൂപ അദ്ദേഹത്തിന് കൊടുക്കുന്നു. വാസ്തവത്തിൽ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. എന്താന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ജോലിയാണ്, ആ ജോലിയാണ് വന്ന് ചെയ്യുന്നത്. പക്ഷെങ്കിൽ നമ്മൾ ഈ കാശ് കൊടുത്തില്ലെങ്കിൽ പിന്നെ അവൻ അടുത്ത പ്രാവശ്യം വരത്തില്ല. ഇപ്പൊ നമ്മുടെ എത്തിക്സ് ഒന്ന് മാറ്റി. നമ്മളെന്താ, നമ്മുടെ പ്രമാണം എന്ന് പറഞ്ഞാൽ കൈക്കൂലി കൊടുക്കില്ല എന്നാണ്. കൊടുക്കില്ല എന്നുള്ള പ്രമാണമാണ്. പക്ഷെ ഇപ്പൊ നമ്മളൊന്ന് മാറ്റി. എന്തിനാണെന്ന് അറിയാമോ? നമ്മുടെ കാര്യം ഒന്ന് സാധിക്കണം. ഇതിന് പറയുന്ന പേരാണ് സിറ്റുവേഷണൽ എത്തിക്സ് എന്ന് പറയുന്നത്. സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ ധാർമ്മിക നിലവാരത്തെ ഒന്ന് മാറ്റുക. ഇതിന് പ്രമാണമൊന്നുമില്ല, വേദപുസ്തകത്തിൽ പ്രമാണമൊന്നുമില്ല അങ്ങനെ ചെയ്യണം എന്ന് വേദപുസ്തകം പറയുന്നില്ല. പലപ്പോഴും നമ്മൾ അംഗീകരിച്ചു വരുന്ന കാര്യങ്ങളാണ്. ഇല്ലെങ്കിൽ കറണ്ട് ഉണ്ടാവുകയില്ല. ഒന്നല്ല, ചിലപ്പം ഒരാഴ്ച കഴിഞ്ഞ കറണ്ട് കിട്ടുകയുള്ളൂ. എത്ര പേര് സഹിച്ചിരിക്കും? ഒരാഴ്ച കഴിഞ്ഞ് അവർക്ക് സൗകര്യമുള്ളപ്പം വന്ന് അവരുടെ ഇഷ്ടത്തിന് ചെയ്തു കൊടുത്താൽ മതി എന്നാരും നോക്കിയിരിക്കുകയല്ല. കാരണം നമ്മൾ നമ്മുടെ എത്തിക്സിനെ അല്പം ഒന്ന് മാറ്റിവെക്കാറുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ പ്രമാണം ഉണ്ടാകണം. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റുന്ന പ്രമാണങ്ങളല്ല. ആ പ്രമാണത്തെ മാറ്റാൻ പറ്റുകയില്ല. ദൈവവചനപ്രകാരം നമ്മുടെ കുടുംബം നടത്തുമ്പോൾ ആ കുടുംബത്തിലെ പ്രമാണങ്ങളെ നമ്മൾ അംഗീകരിച്ച് തന്നെ പോകുവാനായിട്ട് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ. എന്താണ് ഉത്തരവാദിത്തം? ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം. ഭർത്താവിന്റെ ഉത്തരവാദിത്തം, ഭാര്യയുടെ ഉത്തരവാദിത്തം, മക്കളുടെ ഉത്തരവാദിത്തം. ഈ ഉത്തരവാദിത്തങ്ങളെ കൃത്യമായ നിലയിൽ അത് നിർവഹിക്കാനായിട്ട് കുടുംബത്തിൽ സാധിക്കണം. അതിന് പറയാറുണ്ട്, യൂസ് യുവർ പൊട്ടൻഷ്യൽസ്. ഓരോരുത്തർക്കും ദൈവം പൊട്ടൻഷ്യൽ നൽകിയിട്ടുണ്ട്, കഴിവുകളുണ്ട്. ഈ കഴിവുകളെല്ലാം ചേർത്ത് വയ്ക്കുമ്പോഴാണ് നമ്മുടെ കുടുംബം ഒരു പവറായിട്ട് മാറുന്നത്, ഒരു ശക്തിയായിട്ട് തീരുന്നത്. എല്ലാ പൊട്ടൻഷ്യലിനോട് ഒരുമിച്ച് ചേർക്കുവാനായിട്ട് ഇടയായിട്ട് തീരണം. അല്ലാതെ എന്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ ചെയ്യാതെ പോയാൽ ആ കുടുംബത്തിന് ശക്തമായിട്ട് നിൽക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ഇതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഒരു കുടുംബം ആ അഫെക്ഷനിലേക്ക് വരണമെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ട്, എല്ലാവരും ഭയങ്കര സീരിയസ് ആണ്. ആരും ഗൗരവമായ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുകയുള്ളൂ. ഒരു തമാശയില്ല. അല്ലെങ്കിൽ അവിടെ
ആകർഷിക്കപ്പെടുന്ന വിനോദമോ നർമ്മമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലെന്ന് വിചാരിക്കുക. കുടുംബത്തിൽ അതും വേണം. തമാശ പറയേണ്ടടുത്ത് തമാശ പറയണം, വിനോദം വിനോദം വേണം. അത് ഈ കുടുംബത്തിനുണ്ടാകണം. ഇത് കുടുംബത്തിൽ കിട്ടാതെ വരുമ്പോഴാണ് പിന്നെ നർമ്മം തേടി എവിടെ പോകുന്നത്? മറ്റു പലയിടത്തും ഒക്കെ പോകുന്നത്. മറ്റു പല കാര്യങ്ങളെ ആശ്രയിക്കുന്നത് ഇവിടെയില്ല. ഞാൻ പറയട്ടെ, ഇങ്ങനൊരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിലേക്ക് വരാനായിട്ട് ഹൃദയം വെമ്പൽ കൊള്ളും. എവിടെയായിരുന്നാലും എത്രയും വേഗം എനിക്ക് എൻ്റെ വീട്ടിൽ എത്തിച്ചേരണം. മക്കൾക്ക് ആവേശമുണ്ടാകും, ഭാര്യയ്ക്ക് ഭർത്താവിന് ആവേശം, എൻ്റെ വീട്ടിൽ എനിക്ക് ചെല്ലണം. അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു കുടുംബമായിട്ട് തീരണം. അപ്പോൾ ഒരു മിഷണൽ ഫാമിലി എന്ന് പറയുന്നത് ഒരു അഫെക്ഷനേറ്റ് ഫാമിലിയാണ്. സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കുടുംബം ആയിരിക്കണം. ഇവിടെ ഒരു ചോദ്യം, ഞാൻ ഒത്തിരി ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ നമുക്ക് നേരമില്ല, എല്ലാത്തിനും ഉത്തരം പറയാനായിട്ടുള്ള നമുക്ക് സമയം അനുവദിക്കുന്നില്ലാത്തത് കൊണ്ട് ഒരു ചോദ്യം മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ആ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയണം. നമ്മുടെ വീട്ടില് ഒരു ദിവസം നമ്മുടെ ഫോണ്, നമ്മുടെ മാധ്യമങ്ങള്, TV എന്ന് വേണ്ട, ഇതെല്ലാം നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. അന്നത്തെ ദിവസം ആരും ഉപയോഗിക്കുന്നില്ല. ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, TV ഉപയോഗിക്കാൻ പാടില്ല, മാധ്യമങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. എല്ലാം നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അന്നത്തെ ദിവസം കുടുംബ ബന്ധം കൂടുതൽ സന്തോഷകരമാക്കാനായിട്ട് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ആലോചിച്ചിട്ട് ഒരു മിനിറ്റ് ഞാൻ തരിക, ഒന്ന് ആലോചിച്ച് മറുപടി പറയാം. ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല, മാധ്യമങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഇത് ഉപയോഗിക്കാതെ അന്നത്തെ ദിവസം നമ്മുടെ കുടുംബം സന്തോഷകരമായിട്ട് തീരണം. അതിനുവേണ്ടി എന്ത് ചെയ്യും? സന്തോഷകരമാക്കാനായിട്ട്, ആത്മീയകരമാക്കാനല്ല ഞാൻ പറഞ്ഞത്, സന്തോഷകരമാക്കാനായിട്ട്. ചിലരോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഉടനെ പറയും, ഞങ്ങൾ രാവിലെ തൊട്ട് അങ്ങ് വേദപുസ്തകം വായന ആരംഭിക്കും. അതല്ല ഞാൻ ചോദിച്ചത്. അത് വായിക്കാൻ തുടങ്ങുമ്പോഴേ പിള്ളേർ വേണമെങ്കിൽ എഴുന്നേറ്റ് പോകും. അപ്പൊ അതല്ല ഞാൻ ചോദിച്ചത്. കുടുംബം സന്തോഷകരമാക്കാനായിട്ട് എന്ത് ചെയ്യും? എല്ലാവരും കൂടെ ചേർന്നൊരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കും. വെരി ഗുഡ്. വേറെ എല്ലാവരും കൂടെ ഒരു ഔട്ടിങ്ങിന് പോകും. അത് നല്ല കാര്യമാണ്. പിന്നെ ജോലിയിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫ്ലിംഗ് ഉണ്ടാവും അല്ലേ? അമ്മ ചെയ്യുന്ന പണിയെല്ലാം അച്ഛൻ ചെയ്യും, അച്ഛൻ ചെയ്യുന്ന പണിയെല്ലാം അമ്മ ചെയ്യും. പിന്നെ മക്കളിലും പണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുക. അപ്പൊ എല്ലാവരും കൂടെ ഒരുമിച്ച്. വെരി ഗുഡ്, നല്ല കാര്യമാണ്. ഇനി എന്തെങ്കിലും? കഴിഞ്ഞു നമ്മുടെ. കാരണം ഇത്രയും നമുക്ക് പറ്റത്തുള്ളൂ. എന്താ കാര്യം എന്നറിയാമോ? ഇത് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞതല്ല, ഇത് നടക്കുന്ന കാര്യമാണ്. ഒരു ദിവസം മുഴുവനും ഞങ്ങൾ ചിലർക്ക് പറഞ്ഞ ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എന്ന് പറയും. ഫാസ്റ്റിംഗ് നമ്മളെല്ലാവരും എടുക്കുന്നവരാണ്. ഒരു ദിവസം മുഴുവൻ ഫുഡ് കഴിക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമുക്കത് വലിയ പ്രശ്നമില്ലാത്ത കാര്യമാണ്. എന്നാൽ ഒരു ദിവസം ഒരു ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇന്നത്തെ ദിവസം ഞാൻ ഫോൺ ഉപയോഗിക്കില്ല. ഞാൻ പറയട്ടെ, ഉച്ചയാകുമ്പോൾ തൊട്ട് നമുക്ക് ആകെപ്പാടെ പരവേശം തുടങ്ങും. എന്താ, ഞാൻ തന്നെയാണോ? എന്നെ എല്ലാവരും ഉപേക്ഷിച്ചോ? ഒരു ദിവസം ഫോൺ വന്നില്ലെങ്കിൽ തന്നെ, ആരും വിളിച്ചില്ല, 1 മണിക്കൂർ വിളിച്ചില്ലെങ്കിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ചിലരൊന്ന് ഫോൺ എടുത്ത് കുലുക്കി നോക്കും. കാരണം ഇതിനകത്തെ കുഴപ്പം കൊണ്ടാണോ ആൾക്കാർ വിളിക്കാത്തത്? കാരണം നമ്മൾ അത്രമാത്രം അറ്റാച്ച്ഡ് ആയി പോയി ഈ മാധ്യമങ്ങളുമായിട്ട്. നമ്മൾ അത്രമാത്രം ഒരു ബന്ധത്തിലേക്ക് വന്നു. ഇന്നത് നമുക്ക് നിർത്താൻ പറ്റാത്ത ഒന്നായിട്ടൊന്ന് മാറിയിരിക്കുക. അവസാനിപ്പിക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ പറയട്ടെ, നമ്മൾ ഇങ്ങനൊന്നും മറിച്ച് ചിന്തിക്കാൻ തയ്യാറാകണം. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുവാനായിട്ട് നമ്മൾ ഇപ്പോൾ പോകുന്ന ഈ ഒരു അവസ്ഥയിൽ പോയാൽ ഒരു വ്യത്യാസം ഉണ്ടാകുകയില്ല. ഒരു വ്യത്യസ്തതയിലേക്ക് വരാം നമുക്ക്. നമ്മുടെ കുടുംബത്തിൽ ഈ സന്തോഷം അല്ലാതെ വർദ്ധിപ്പിക്കാനുള്ള കാരണങ്ങൾ നമുക്ക് നോക്കാം. ഏതെല്ലാം കാര്യങ്ങളിലൂടെ നമ്മുടെ കുടുംബത്തെ കൂടുതൽ സന്തോഷകരമാക്കുവാൻ, എല്ലാവരും കൂടെ ഒരുമിച്ച് ആ സന്തോഷകരമായ ഒരു ദിവസമെങ്കിലും പങ്കിടുവാനായിട്ട് നമുക്കിടയായി തീർന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഒരു മിഷണൽ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഫെക്ഷനേറ്റ് ഫാമിലിയാണ്. സ്നേഹിക്കുന്ന കുടുംബം.
നമ്മുടെ കർത്താവിന്റെ സ്നേഹം വാസ്തവമായിട്ട് വെളിപ്പെടുത്തുന്നത് ഈ നിലയിലാണ്. ആ നമ്മുടെ കുടുംബത്തിലൂടെ മറ്റുള്ളവർ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആ സ്നേഹമാണ് പ്രകടമാകേണ്ടത്. ആ സ്നേഹമാണ് മറ്റുള്ളവർ കാണേണ്ടത്. ആ സ്നേഹം കാണാൻ കഴിയുന്നില്ലെങ്കിൽ അത് എത്രയോ സങ്കടകരമായ ഒരു കാര്യമാണ്. മൂന്നാമതായിട്ട് നമ്മുടെ കുടുംബം, ഇറ്റ് ഈസ് ആൻ അട്രാക്റ്റഡ് ഫാമിലി. ആകർഷിക്കുന്ന കുടുംബമായിരിക്കണം. ഒരു മിഷണൽ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകർഷിക്കുന്ന കുടുംബമാണ്. എന്ത് ഈ ആകർഷിക്കുന്ന കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യവും 2-ാം വാക്യവും നമ്മൾ വായിച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു, യേശു കഫർനഹൂമിൽ ഉണ്ട് എന്ന ആ കഫർനഹൂമിൽ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി എന്ന് നമ്മൾ വായിക്കുന്നു. യേശു വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. അടുത്ത വാക്യം, ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാത്തവണ്ണം പലരും വന്നുകൂടി എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ആ വീട്ടിലേക്ക് ഒരു ആകർഷണം ഉണ്ടായി. ആളുകൾക്ക് കടന്നു വരുവാനായിട്ട് ആകർഷിക്കത്തക്ക നിലയിൽ സംതിങ് എന്തോ ആ വീട്ടിലുണ്ടായി. അതാ മൂളി പറഞ്ഞത് എന്താ? യേശു വീട്ടിൽ ഉണ്ടെന്ന് ശ്രുതിയായി. അപ്പോൾ യേശു വീട്ടിലുണ്ട് എന്നുള്ളതാണ് ആ വീടിന്റെ ആകർഷണം എന്ന് പറയുന്നത്. അതിനു മുമ്പ് ആ വീട് അവിടെ ഉണ്ടായിരുന്നു. ഇതുപോലെ ആളുകൾ വന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ആ വീട് അവിടെ ഉള്ള വീട് തന്നെയാ, പക്ഷെങ്കിൽ മറ്റാരും വീട്ടിലേക്ക് വരുന്നില്ല. പക്ഷെങ്കിൽ ഇപ്പോൾ ആളുകൾ വീട്ടിൽ കൊള്ളാതെ വണ്ണം വെളിയിലൂടെ നിൽക്കത്തക്ക ആളുകളെ വീട്ടിലേക്ക് ആകർഷിക്കപ്പെട്ടു. എന്താ കാര്യം? യേശു ആ വീട്ടിൽ ഉണ്ട്. അപ്പോൾ ഒരു കുടുംബത്തെ ആകർഷകമാക്കണമെങ്കിൽ, ഒരു കുടുംബത്തെ സൗന്ദര്യമുള്ളതാക്കി തീർക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? ഒന്ന്, അതിന്റെ ഉള്ളിൽ ഒരു സൗന്ദര്യം വേണം. ഇൻവേർഡ് ബ്യൂട്ടി, അതിന്റെ ഉള്ളിലെ സൗന്ദര്യം എന്നാണ്. എന്താണ് ഒരു വീടിന്റെ ഉള്ളിലെ സൗന്ദര്യം എന്ന് പറയുന്നത്? അതിന്റെ ഡെക്കറേഷനോ അല്ലെങ്കിൽ അവിടെ അടിച്ചിരിക്കുന്ന പെയിന്റോ വെച്ചിരിക്കുന്ന എന്നാ പറയുന്നത് മറ്റ് ഡെക്കറേഷൻസോ ഫ്ലവേഴ്സോ ഇതൊന്നും അല്ല വീടിന്റെ ഉള്ളിലെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഒരു വീടിന്റെ ഉള്ളിലെ സൗന്ദര്യം എന്ന് പറയുന്നത് ഒന്ന്, വീട്ടിലുള്ളവരുടെ പ്രമാണമാണ്. ആ വീട്ടിലുള്ളവർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കുന്നത്? അവരുടെ പ്രമാണം എന്താണ് അവരനുസരിച്ച് ജീവിക്കുന്നത്? അവർക്ക് എന്തെങ്കിലും പ്രമാണം ഉണ്ടോ? അതോ പ്രമാണം ഇല്ലാത്തവരാണോ? ദൈവവചനത്തിന്റെ പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവരാണോ? അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഒരു ഭവനം എന്ന് പറയുന്നത് അത് വിശുദ്ധ സ്ഥലമായിട്ട് കാണണം. സാധാരണ നമ്മൾ കേൾക്കാറുണ്ടായിരിക്കും, എ ഹോം ഈസ് നോട്ട് എ സീക്രട്ട് പ്ലേസ് ബട്ട് ഇറ്റ്സ് എ സേക്രഡ് പ്ലേസ് എന്നാണ്. ഒരു കുടുംബം എന്ന് പറയുന്നത് അത് രഹസ്യ സ്ഥലമല്ല. ചിലർക്ക് വീട് ഭയങ്കര രഹസ്യ, ആർക്കും അറിയത്തില്ല അവിടെ ഒരു വിശ്വാസി ജീവിക്കുന്നുണ്ടെന്നുള്ളത് അയൽവക്കക്കാർക്ക് പോലും അറിയത്തില്ല. അത് രഹസ്യമായി സൂക്ഷിക്കാനുള്ളതല്ല, ബട്ട് ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് സേക്രഡ്, വിശുദ്ധമായി സൂക്ഷിക്കാനുള്ളതാണ്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കൊർന്നല്യോസിന്റെ ഭവനത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് പത്രോസ് വരുന്ന രംഗം ഞാൻ അത് വിശദീകരിക്കുന്നില്ല. അങ്ങനെ പത്രോസ് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്, വന്ന് പത്രോസിനോട് പറയുകയാണ്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരിക്കുകയാണ്. വാസ്തവത്തിൽ ഒരു സഭയിലല്ല, തന്റെ വീട്ടിലാണ്. അപ്പൊ ആ വീടിനെ കുറിച്ച് താൻ പറയുക, ഞങ്ങൾ എല്ലാവരും വി ആർ അറ്റ് ദ പ്രസൻസ് ഓഫ് ഗോഡ്, ഞങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലാണ്. ഈ ഒരു ബോധ്യം നമ്മുടെ കുടുംബങ്ങൾക്കുണ്ടാകണം. എന്റെ വീട് എന്ന് പറയുന്നത് ദൈവിക സാന്നിധ്യമുള്ള ഒന്നാണ്. അപ്പൊ ദൈവിക സാന്നിധ്യമുള്ളതാണെങ്കിൽ ദൈവത്തിന് ഇഷ്ടമല്ലാത്തതൊന്നും ആ വീട്ടിൽ നടക്കാൻ പാടില്ല. ആ വീട്ടിലെ സംഭാഷണം, ആ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതൊരു കാര്യം, ഈവൻ ഒരു മാസിക പോലും മേശപ്പുറത്ത് കിടന്നാൽ അത് ദൈവത്തിന് കൊള്ളാവുന്നതാണോ, ദൈവനാമ മഹത്വത്തിന് കൊള്ളാവുന്നതാണോ എന്നുള്ളത് നോക്കാനായിട്ടിടയായിട്ടാണ്. സാധാരണ പറയാറുണ്ട്, പഴയ നിയമത്തിൽ വായിക്കുന്നത്, നിന്റെ വീട്ടിൽ വന്ന് ഒരാൾ വീണാൽ, ചുറ്റുമതിലുണ്ടാകണം, അതിന്റെ മണ്ടയിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദി ആരാ? നീയാണ് എന്ന് പറയുന്ന പോലെ നമ്മുടെ വീട്ടിൽ വന്ന് ഒരാൾ പാപത്തിൽ വീണാൽ അതിന് ഉത്തരവാദി നമ്മളാണ്.
എൻ്റെ വീട്ടിലൊരാൾ കയറി വന്നു, പക്ഷെ എൻ്റെ വീട്ടിൽ മേശപ്പുറത്ത് കിടക്കുന്ന ഒരു മാസിക എടുത്തു, അതിന്റെ പുറംചട്ടയിലെ ഒരു പടം കണ്ടു. പക്ഷെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കണ്ടിട്ട് അവന്റെ ഹൃദയത്തിൽ പാപത്തിന്റെ ചിന്ത വന്നു എന്ന് വിചാരിക്കുകയാണ്. അതിന് ഉത്തരവാദി ഞാനാണ്. കാരണം ഞാൻ അത് അവിടെ ഇട്ടുള്ളത് കൊണ്ടാണ് അത് സംഭവിച്ചത്. അതുകൊണ്ട് എൻ്റെ ഭവനത്തിൽ വന്ന ഒരാൾ പാപത്തിൽ വീഴുവാൻ ഞാൻ അനുവദിക്കുവാൻ പാടില്ല. അതുകൊണ്ടാണ് നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, എൻ്റെ വീട്ടിൽ ഞാൻ നിഷ്കളങ്ക ഹൃദയത്തോടെ നടക്കും. ദാവീദ് പറയുക, ഒരു നീച കാര്യം എൻ്റെ കണ്ണിന് മുമ്പിൽ വയ്ക്കുകയില്ല. എൻ്റെ വീട്ടിൽ ഇത് ഞാൻ അനുവദിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ആ ഒരു തീരുമാനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. എൻ്റെ വീട്ടിൽ ഒരു നീച കാര്യം കാണുവാൻ ഞാൻ അനുവദിക്കുകയില്ല. എൻ്റെ വീട് പരിഹാസികളുടെ ഇരിപ്പിടമാക്കി ഞാൻ മാറ്റുകയില്ല. എൻ്റെ വീട് മോശമായ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുകയില്ല. എൻ്റെ വീട്ടിൽ ഒരാൾ വന്ന് പാപം ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. ഇതാണ് ഒരു വീടിന്റെ സൗന്ദര്യം എന്ന് പറയാം. ഈ സൗന്ദര്യം നമ്മൾ പാലിക്കാനായിട്ട് തീരണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കുടുംബത്തിന്റെ ഐക്യത, അതാണ് കുടുംബത്തെ സൗന്ദര്യമുള്ളതാക്കി തീർക്കുന്നത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയല്ല. കാരണം ആ കുടുംബത്തിന്റെ ഐക്യത അത് മറ്റുള്ളവർക്ക് കാണുവാനായിട്ടിടയായിത്തണം. അത് മാത്രമല്ല, നമ്മുടെ കുടുംബം മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുടുംബമായിരിക്കണം. അതാണ് അതിന്റെ സൗന്ദര്യം. കാരണം ആളുകൾ വന്നിട്ട് പറയണം, സഹോദര ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഞാൻ ചോദിക്കട്ടെ, എത്ര പേര് നമ്മുടെ അയൽവക്കക്കാര്, വിശ്വാസികളുടെ കാര്യമല്ല പറയുന്നത്, അയൽവക്കത്തുള്ളവർ, ഹിന്ദുക്കളായിക്കൊള്ളട്ടെ, മറ്റ് മതങ്ങളിലുള്ളവരായിക്കൊള്ളട്ടെ, നമ്മുടെ വീട്ടിൽ വന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ? നമുക്കറിയത്തില്ലെങ്കിൽ അവർക്കറിയാം, നമ്മൾ പ്രാർത്ഥിച്ച ദൈവം പ്രാർത്ഥന കേൾക്കും. ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും വിട്ടുകളയുന്നത്. എന്നാൽ മറ്റുള്ളവർക്കറിയാം, ഇവരുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഈ ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന കേൾക്കും. പക്ഷെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് എത്ര പേര് വന്നിട്ടുണ്ട്? അങ്ങനെ ആകർഷിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കുടുംബം ആകർഷിക്കുന്ന കുടുംബമായിട്ട് തീരണം. ഇനി ധാരാളം കാര്യങ്ങളുണ്ട്. കർത്താവ് വെച്ച മറ്റേതെങ്കിലും സമയങ്ങളിൽ നമുക്കത് ചിന്തിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ വചന പഠനം നമ്മുടെ കുടുംബങ്ങളെ വ്യത്യസ്തമാക്കി തീർക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.